ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 9 ചാപ്റ്റർ 1 ലാസ്റ്റ് എക്സസൈസിലെ 4th ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. പ്ലോട്ട് പോയിന്റ് Z5, -6 ഓൺ ദി കാർട്ടീഷ്യൻ പ്ലെയിൻ. കൺസ്ട്രക്ട് എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ IZN ആൻഡ് ഫൈൻഡ് ദി ലെങ്ത്സ് ഓഫ് ദി 3 സൈഡ്സ്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള Z5, -6 നമ്മൾ കാർട്ടീഷ്യൻ പ്ലെയിനിൽ പ്ലോട്ട് ചെയ്യണം. എന്നിട്ട് നമ്മൾ IZN എന്നുള്ള റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ കൺസ്ട്രക്റ്റ് ചെയ്യണം. 3 സൈഡുകളുടെയും ലെങ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ Z5, -6 ആണ്. 5 X ആക്സിസിലും -6 Y ആക്സിസിലുമാണ്. അപ്പോൾ രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്നത് ഇതാ ഈ പോയിന്റ് വരും. ഈ പോയിന്റിന് നമുക്ക് Z എന്ന് കൊടുക്കാം. കോർഡിനേറ്റ് എന്താണ്? 5, -6. അപ്പോൾ നമുക്ക് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ വേണം. അപ്പോൾ ഇസഡിലാണ് നമ്മുടെ റൈറ്റ് ആംഗിൾ വരുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ എടുക്കാം? ഇതാ ഇങ്ങനെ വരയ്ക്കാം അല്ലേ? ഇങ്ങോട്ടും വരയ്ക്കാം. അപ്പോൾ ഇവിടുത്തെ കോർഡിനേറ്റ് എന്തായിരിക്കും? Y ആക്സിസിലാണ് പോയിന്റ്, അതുകൊണ്ട് X കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പോൾ ഇത് 0, -6 വരും. ഇവിടെ എന്ത് വരും? 5, 0 അപ്പോൾ ഈ 5, 0 ഞാൻ I എന്ന് എടുക്കുന്നു. ഇത് Z, ഇത് N. അപ്പോൾ ട്രയാങ്കിൾ എന്ന് പറയുന്നത് എങ്ങനെ വരും? ഇങ്ങനെ വരും നമ്മുടെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. IZN, റൈറ്റ് ആംഗിൾ ഡാറ്റ് Z, ഇങ്ങനെ വരും. ഇനി എന്താ നമുക്ക് ചെയ്യേണ്ടത്? ഇതിൻ്റെ സൈഡുകളുടെ ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് IZൻ്റെ ലെങ്ത് എന്ത് വരും? IZ Y ആക്സിസിലേക്കാണുള്ളത്. അപ്പോൾ എന്ത് വരും? ഇവിടെ 0യും ഇവിടെ -6ഉമാണ്. അപ്പോൾ ഇത് തമ്മിൽ സബ്ട്രാക്റ്റ് ചെയ്ത് കിട്ടുന്നതായിരിക്കും വരിക അല്ലേ? അതായത് എന്താണ്? Y ആക്സിസിലോട്ടായതുകൊണ്ട് 0 - -6 വരും. അപ്പോൾ കോർഡിനേറ്റ്സ് എന്തൊക്കെയാണെന്ന് ആദ്യം നമുക്കൊന്ന് എഴുതാം. കോർഡിനേറ്റ്സ് ഓഫ് ദി പോയിൻറ്റ്സ് എന്തൊക്കെയാണ്? I 5, 0, Z 5, -6, N 0, -6. ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് ലെങ്തുകളാണ് കണ്ടുപിടിക്കേണ്ടത്. ലെങ്ത് ഓഫ് IZ = എന്ത് വരും? 0 - -6. Y ആക്സിസിന് ഈക്വലായിട്ടാണ് വരുന്നത്, അതുകൊണ്ട് 0, -6 ദാറ്റ് ഈസ് 6. അടുത്തത് ലെങ്ത് ഓഫ് ZN. ZN X ആക്സിസിലേക്കാണ്. അപ്പോൾ എന്ത് വരും? 5 - 0. ഓക്കെ, 5 - 0. ഈ Z 5 ആണ്, ഇവിടെ 0 ആണ്. ഓക്കെ, അപ്പോൾ X കോർഡിനേറ്റുകൾ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുന്നു. 5 - 0 ദാറ്റ് ഈസ് 5. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് IN ആണ്, ലെങ്ത് ഓഫ് IN. അപ്പോൾ ലെങ്ത് ഓഫ് IN നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഡിസ്റ്റൻസ് ഫോർമുല നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? നമുക്ക് ഇതിൻ്റെ സ്ക്വയറും ഈ സൈഡിൻ്റെ സ്ക്വയറും ഈ സൈഡിൻ്റെ സ്ക്വയറും കൂടെ റൂട്ട് എടുത്ത് ചെയ്യുന്നതാണ് ഡിസ്റ്റൻസ് ഫോർമുല. അപ്പോൾ ഈ സൈഡുകൾ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. ഇതെന്തായിരുന്നു? Y2 - Y1 ആയിരുന്നു. ഇത് X2 - X1 ആണ്. ഓക്കെ, ഇതുപയോഗിച്ചാണ് നമ്മുടെ ഡിസ്റ്റൻസ് ഫോർമുല വരുന്നത്. കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. അപ്പോൾ ലെങ്ത് ഓഫ് IN എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് X2 - X1 ദി ഹോൾ സ്ക്വയർ പ്ലസ് Y2 - Y1 ദി ഹോൾ സ്ക്വയർ = X2 - X1 എന്തായിരുന്നു? ZN ആയിരുന്നു അല്ലേ? അപ്പോൾ 5² പ്ലസ് Y2 - Y1 എന്തായിരുന്നു? 6². ഇനി ഇങ്ങനെ അല്ലാതെ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം? Iയും Nഉം കൂടെ എടുത്തിട്ട് X1 Y1, ഇത് X2 Y2, എന്നിട്ട് ഇതിലെ X1ഉം Y2ഉം Y1ഉം ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തും ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഈ വാല്യൂ തന്നെയായിരിക്കും കിട്ടുന്നത്. അപ്പോൾ എന്ത് വരും? റൂട്ട് 5² ഈസ് 25, 6² ഈസ് 36 = √61 യൂണിറ്റ്സ്. അപ്പോൾ 3 സൈഡ്സിൻ്റെയും ലെങ്ത് നമുക്ക് കിട്ടി. 6, 5, √61 ഇങ്ങനെ കിട്ടി. ഓക്കെ, വാട്ട് വുഡ് എ സിസ്റ്റം ഓഫ് കോർഡിനേറ്റ്സ് ബി ലൈക്ക് ഇഫ് വി ഡിഡ് നോട്ട് ഹാവ് നെഗറ്റീവ് നമ്പേഴ്സ്?
അപ്പോൾ നമുക്ക് നമ്മൾ സാധാരണ 2D പ്ലെയിനിൽ പോസിറ്റീവ് നമ്പേഴ്സും നെഗറ്റീവ് നമ്പേഴ്സും നമ്മൾ മാർക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് നെഗറ്റീവ് നമ്പേഴ്സ് ഇല്ല എങ്കിൽ നമ്മുടെ സിസ്റ്റം ഓഫ് കോർഡിനേറ്റ്സ് എന്തായിരിക്കുമെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം, നമ്മൾ വരയ്ക്കുന്നുണ്ട്, ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. ഫസ്റ്റ് ക്വാഡ്രൻറ്റ് എന്താണ്, രണ്ടും പോസിറ്റീവാണ്. ഇങ്ങോട്ട് വരുമ്പോൾ ഇത് 0 0 ആണ് വരുന്നത് അല്ലേ, ഒറിജിൻ. ഇങ്ങോട്ട് വരുമ്പോൾ എന്താണ്, നെഗറ്റീവ് നമ്പേഴ്സാണ്, വൈ പോസിറ്റീവുമാണ്. അപ്പോൾ ഇതെന്ത് വരും, നെഗറ്റീവ് പോസിറ്റീവ്, എക്സ് നെഗറ്റീവും വൈ പോസിറ്റീവും. ഇവിടെ എന്താണ്, രണ്ടും നെഗറ്റീവ് വരും. ഫോർത്ത് ക്വാഡ്രൻറ്റിൽ എക്സ് പോസിറ്റീവും വൈ നെഗറ്റീവും വരും. ഇങ്ങനെയാണ് വരിക. ഇത് ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, ഇത് സെക്കൻഡ് ക്വാഡ്രൻറ്റ്, ഇത് തേർഡ് ക്വാഡ്രൻറ്റ്, ഇത് ഫോർത്ത് ക്വാഡ്രൻറ്റ്. അപ്പോൾ നോക്കിയേ, നമുക്ക് നെഗറ്റീവ് നമ്പേഴ്സ് ഇല്ല എങ്കിൽ, നെഗറ്റീവ് എവിടെയൊക്കെ വരുന്നുണ്ട്, സെക്കൻഡിലും വരുന്നുണ്ട്, തേർഡിലും വരുന്നുണ്ട്, ഫോർത്തിലും വരുന്നുണ്ട് അല്ലേ. ഈ 3 ക്വാഡ്രൻറ്റിലും നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല നെഗറ്റീവ് നമ്പേഴ്സ് ഇല്ല എങ്കിൽ. ഏത് ക്വാഡ്രൻറ്റിൽ മാത്രമേ പറ്റൂ, ഫസ്റ്റ് ക്വാഡ്രൻറ്റ് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കൂ. അപ്പോൾ നമുക്ക് നെഗറ്റീവ് നമ്പേഴ്സ് ഇല്ല എങ്കിൽ നമ്മുടെ കോർഡിനേറ്റ് സിസ്റ്റം എങ്ങനെയായിരിക്കും, the coordinate system would consist only of the first quadrant. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ നമുക്ക് എന്തെഴുതാം, വിത്തൗട്ട് നെഗറ്റീവ് നമ്പേഴ്സ് the coordinate system would consist only of the first quadrant. അപ്പോൾ ഇവിടെ എന്തായിരിക്കും, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും, അതുപോലെ വൈയും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ഒന്നെങ്കിൽ 0ക്ക് ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ 0യെക്കാട്ടിൽ ഗ്രേറ്റർ ആയിരിക്കും എക്സും വൈയും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വുഡ് ദി സിസ്റ്റം അലൗ us ടു ലൊക്കേറ്റ് ഓൾ ദ പോയിൻറ്റ്സ് ഓൺ എ 2D പ്ലെയിൻ. അപ്പോൾ 2D പ്ലെയിനിൽ എല്ലാ പോയിൻറ്റ്സും ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഈ സിസ്റ്റം നമ്മളെ അലൗ ചെയ്യുമോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ 2D പ്ലെയിനകത്ത് എന്തൊക്കെയുണ്ട്, പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവ്സും ഉണ്ട് അല്ലേ. അപ്പോൾ നെഗറ്റീവ് നമ്പേഴ്സ് ഇല്ല എങ്കിൽ നമ്മുടെ 2D പ്ലെയിനിൽ നമുക്ക് എല്ലാ പോയിൻറ്റ്സും ലൊക്കേറ്റ് ചെയ്യാനായിട്ട് കഴിയുമോ, ഇല്ല. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് എന്തെഴുതാം, നോ, ദിസ് സിസ്റ്റം വുഡ് നോട്ട് അലൗ us ടു ലൊക്കേറ്റ് ഓൾ പോയിൻറ്റ്സ് ഓൺ എ 2D പ്ലെയിൻ. വി വുഡ് ബി അൺഎബിൾ ടു റെപ്രസെൻറ്റ് എനി പോയിൻറ്റ്സ് ദാറ്റ് ലൈ ടു ദ ലെഫ്റ്റ് ഓഫ് ദി വൈ ആക്സിസ് or below the x axis. അപ്പോൾ റീസൺ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ